ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു വെറൈറ്റി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. വെറൈറ്റി എന്ന് പറഞ്ഞ ഒരു ഗുണങ്ങളിലാണ് കേട്ടോ. ദഹനം മെച്ചപ്പെടുത്താനായിട്ടും കുടലിലെ അനാവശ്യ ബാക്ടീരിയകളെയൊക്കെ അകറ്റാനും സഹായിക്കുന്ന ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് ഇത്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ ദഹന സംബന്ധമായ രോഗങ്ങൾ തടയാനായിട്ടും കുടലിൻ്റെ ആരോഗ്യത്തിനും ക്യാൻസറിനെ പ്രതിരോധിക്കാനും ഒക്കെ ഗുണം ചെയ്യുമ്പോൾ കുടലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വയറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് നല്ല ഒരു കാര്യമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ചമ്മന്തി അരയ്ക്കാനായിട്ട് നമ്മളിവിടെ ഒരു പിടി തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് നമ്മുടെ പച്ച കുരുമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. നമ്മുടെ വീട്ടിലെ തന്നെ കുരുമുളകും അതേപോലെ തന്നെ കറിവേപ്പിലയാണ് കേട്ടോ. പച്ചക്കുരുമുളകിൻ്റെ ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങൾ ഭക്ഷണം കുടലിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അനാവശ്യ ബാക്ടീരിയകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നശിപ്പിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ അണുബാധ തടയാനായിട്ട് നല്ലതാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. ഇതിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ എ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാനുള്ള സൗകര്യത്തിനാണ് കേട്ടോ. നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് അടർത്തി വെച്ചിട്ടുണ്ട്. ബാക്കി ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മുടെ ഇഞ്ചിയൊക്കെ ഒന്ന് അരിഞ്ഞിടുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് പുളിവെള്ളം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ടും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് അരച്ചെടുക്കാനാണ് പോകുന്നത്. ഇത് ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ലെവലിൽ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള ഒരു ഹെൽത്തി ചമ്മന്തിയാണ്. ഇടയ്ക്കൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇനി ഉപ്പോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതുകൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിച്ചാൽ മതി. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബെസ്റ്റാണ്. അപ്പോൾ വയറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ ഒരു ചമ്മന്തി അന്നത്തെ ഫുഡിൻ്റെ കൂടെ കഴിക്കുക, ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ലൊരു മാറ്റം നമുക്കുണ്ടാകും. ഇപ്പോൾ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായിട്ട് വേണ്ട കേട്ടോ ഈ ചമ്മന്തി കഴിക്കാൻ. നമുക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്ന, ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഇങ്ങനെ ഒരു ചമ്മന്തിയും ചൂട് ചോറും കൂടിയൊക്കെ കഴിക്കുക. നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണത് കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ആൻറ്റിബയോട്ടിക്കായ കുരുമുളക് നമ്മുടെ നിത്യജീവിതത്തിൽ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കുരുമുളക് ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ പനി, ജലദോഷം, ശരീരവേദന എന്നിവയ്ക്കൊക്കെ നമുക്ക് ഇത് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. തേൻ ചേർത്തിട്ടൊക്കെ കുടിക്കാം. നല്ല ആശ്വാസം കിട്ടും. കുരുമുളകിൻ്റെ ഇല നമ്മൾ ചതച്ചിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കാച്ചി വെച്ചിരുന്നാൽ ചൊറി, ചിരങ്ങ എന്നിവയ്ക്കൊക്കെ ആശ്വാസം കിട്ടുന്നതാണ്. അപ്പോൾ നിരവധി ഗുണങ്ങളുള്ള ഒന്നാണ് കുരുമുളക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.